എന്റെ കൂടെ പറപ്പികളോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ മജ്‌ലിസ് ഉണ്ടല്ലോ, ഇത് വല്ലാത്ത ഫളലുള്ള മജ്‌ലിസാണ്, ഇത് റഹ്മത്തിന്റെ മജ്‌ലിസാണ്, ഇത് ബറക്കത്തിന്റെ മജ്‌ലിസാണ്. ഒരുപാട് ഫളലുകൾ പറയാനുണ്ട് മോനെ. ഒരുപാട് ആളുകൾ കത്താണിയാണ്, ഒരുപാട് തീവ്രത്തെ സഹായിക്കുന്ന മജ്‌ലിസാണ്. ഇന്നലെ സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് ഞാൻ താഴെ ഇറങ്ങി പോയപ്പോ ഒരു സഹോദരനെ കാണാറുന്നു. ആ സഹോദരൻ വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത സങ്കടത്തിലാണ്. എന്റെ കൂടെ പറപ്പികൾ കേൾക്കണേ, നിന്റെ കൂടെ പറപ്പികൾ കേൾക്കണോ. ഇന്നൊരു സഹോദരനെ കാണാറുന്നു, വല്ലാത്ത വേദനയോടെ വല്ലാത്ത സങ്കടത്തോടെ കാണാമെന്നു. കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പൊന്നാറ് തങ്ങളെ, ഞാൻ വന്നത് വല്ലാത്ത സങ്കടമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. ഞാൻ ഇവിടെ വന്നത് വല്ലാത്തൊരു സങ്കടമായിട്ടാണ്. ഞാൻ പറഞ്ഞു, പൊന്നാറ് പെങ്ങളെ, എന്തെങ്കിലും സഹായത്തിനാണ് നീ വന്നതെങ്കിലും എനിക്ക് ഇപ്പൊ നിന്നെ സഹായിക്കാൻ കഴിയില്ല. ഞാൻ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഞാൻ വല്ലാത്ത സങ്കടത്തിലാണെന്ന് പറഞ്ഞു ആ സഹോദരൻ പൊതിപ്പെട്ട് കരഞ്ഞിട്ട് പറയാണ്, ഞാനൊരു വിധവയാണ്, എനിക്ക് 2 പെൺമക്കളുണ്ട്, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമുള്ള ഒരാളാണ് ഞാൻ. എന്റെ മക്കളെ പറ്റി കാണിക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് എന്റെ മക്കളെ തമിഴ്നാട്ടിലേക്കാണ് കെട്ടിച്ചിട്ടുള്ളത്. ഞാനാണെങ്കിൽ ഒരു വാടക വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നത്. ഞാൻ ജോലിക്ക് പോയിട്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. വളരെ പ്രയാസത്തിലാണ്. ഞാനൊരു ചെറുപ്പക്കാരിയായതുകൊണ്ട് ആരെങ്കിലും അടുത്തൊരു സഹായം അഭ്യർത്ഥിച്ച് പോകുമ്പോ മറ്റുള്ള കണ്ണുകൊണ്ടാണ് ഉടനെ കാണുന്നത്. എല്ലാവരും പറഞ്ഞു, മേലെ കൊലക്കാറുള്ള നൂറെ ഹബീബ് തങ്ങളടുത്ത് പോയിട്ട് പൊന്നാറ് മോളെ സങ്കടങ്ങൾ പറയാൻ, വാടക കൊടുക്കാൻ അസുഖമായത് കൊണ്ട് കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്നതിനിടയിൽ ഒരുപാട് അസുഖങ്ങൾ പടച്ചിറപ്പ് എനിക്ക് തന്നു, ഒരുപാട് അസുഖങ്ങൾ പടച്ചിറപ്പ് എനിക്ക് തന്നു. പിന്നെ ജോലിക്ക് പോവാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ വാടക പെൻഡിങ്ങായി. അങ്ങനെ വാടക വീട്ടിൽ നിന്ന് വീടിന്റെ ഓളർ ഇറങ്ങാൻ പറഞ്ഞു. വല്ലാത്ത സങ്കടത്തോടുകൂടി ഒരു പാവപ്പെട്ട വിധവയായ ഒരു കുടുംബം എന്നെ കാണാം. കരച്ചിലോടെ കരച്ചിലാണ്, എന്ത് ചെയ്യാനാണ്. സുബ്ഹാനല്ലാഹ്, അവര് തന്നെ പറഞ്ഞു, ചെറിയൊരു പൈസ കൊടുത്താൽ ഒരു വീട് കിട്ടും തങ്ങളെ. ഒരുപാട് പേര് സഹായിക്കുന്ന നിങ്ങളെ കൂടെ പറപ്പിക്കണം. വീട്ടിൽ നിന്ന് വെറും കയ്യോടെ മടക്കി വിടല്ല തങ്ങളെ. ഒരു കുടുംബം എന്റെ മുന്നിൽ വന്ന് കരഞ്ഞ വല്ലാതെ വേദനിച്ചു പോയി. എന്ത് ചെയ്യാ? അല്ലാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് ഇന്നലെ തന്നെ സുബ്ഹാനല്ലാഹ് ഞങ്ങളെ വട്ടമ്പലം എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിന്റെ അടുത്ത് വട്ടമ്പലം ചക്കരക്കുളം എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് സാധുവായ ആ വിധവയായ ആ കുടുംബത്തെ ഇന്നലെ നൂറെ ഹബീബ് ഏറ്റെടുത്തു. ഒന്നും ഞാൻ നോക്കിയില്ല. സാമ്പത്തികമായി ഞങ്ങളെ കയ്യിലൊന്നുമില്ല. വലിയവനാണല്ലോ റബ്ബേ. ഇത്രയേറെ അനുഗ്രഹങ്ങളെ പടച്ചിറപ്പ് ഞങ്ങൾക്ക് നൂറെ ഹബീബിന് തന്നില്ലേ. ഇതും കൂടി പടച്ചിറപ്പ് നമ്മളെ പരാജയപ്പെടുത്തൂല. അല്ലാഹ് നമ്മളെ നൂറെ ഹബീബേ നിങ്ങളെ ഇതിന്റെ എട്ടിങ് തന്നെ പടച്ചിറപ്പേ നമ്മളെ പരാജയപ്പെടുത്തൂല. അല്ലാഹ് നമ്മളെ പരാജയപ്പെടുത്തൂല. എനിക്കുറപ്പാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് പരാജയപ്പെടുത്തി മക്കളെ സഹായിക്കുന്ന മജ്‌ലിസാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്ന മജ്‌ലിസ്. അതുകൊണ്ട് നമ്മുടെ ദുആ ഇജാബത്തിൽ ഇന്നലെ സുബ്ഹാനല്ലാഹ് ഒരു കുടുംബം വന്നിട്ട് പറയാണ്, പൊന്നാരത്തങ്ങളെ നിങ്ങൾക്ക് ഈ മക്കളെ സഹായിക്കുന്നതിന്റെ പ്രതിഫലം കൊണ്ട് ഈ മക്കളെ ദുആനെ ബറക്കത്തുകൊണ്ട് 14 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ടുണ്ട് മകള്. അവൾ ടെസ്റ്റ് ചെയ്തപ്പോ ഈ മജ്‌ലിസിൽ അവൾ ഇരിക്കാറുണ്ട്. അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഗർഭിണിയാണ്. ഈ മജ്‌ലിസ് ഒരു ബറക്കത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ യതീമക്കളെ സഹായിച്ചതിന്റെ പ്രതിഫലം കൊണ്ട് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമുക്ക് വീട് അല്ലാഹു പണിതു തരട്ടെ. ദുആ ചെയ്യാൻ. അപ്പോ ഇന്നത്തെ ഈ കുടുംബത്തെ ഏറ്റെടുത്തു, വീട് കൊണ്ടുപോയി കണ്ടു, അതിന്റെ ആളുകളെ വിളിച്ചു, ആധാരം അവരുടെ പേരിൽ എഴുതാൻ കൊടുത്തു. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് 26-ാം തീയതി അല്ലാഹുവിന്റെ മാലാഖമാരെ പറന്നിറങ്ങുന്ന മേലെ കുടക്കാടിന്റെ മണ്ണിൽ വെച്ച് 2 പാവപ്പെട്ട യതീമക്കളെ വീടിന് ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് ഹബീബിന്റെ കുടുംബം 2 പാവപ്പെട്ട യതീമക്കൾക്കുള്ള വീടിന്റെ താക്കോൽ ദാനം ഇൻഷാ അല്ലാഹ് ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നിർവഹിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ മദീനയിലുണ്ട്. ഇൻഷാ അല്ലാഹ് നൂറെ ഹബീബ് ഇൻഷാ അല്ലാഹ് ഒരിക്കലും ഇൻഷാ അല്ലാഹ് അത് തകരില്ല. ഇത് തകരില്ല. ഇതിന്റെ കരുതാൻ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കയ്യിലാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളുടെ മജ്‌ലിസാണ്. പാവപ്പെട്ട യതീമിന്റെ കണ്ണീരൊപ്പുന്ന മജ്‌ലിസാണ്. പടച്ചവർക്ക് തകർക്കില്ല. ആര് പറഞ്ഞാലും ഈ മജ്‌ലിസ് തകരില്ല. ഇൻഷാ അല്ലാഹ് അങ്ങനെ വേറെ കണക്കിന് യതീമക്കളെ സഹായിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബങ്ങളെ അല്ലാഹു സമ്പത്തമായി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് 26-ാം തീയതി വരുമ്പോ എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരെല്ലാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം മറക്കരുത്. ഇൻഷാ അല്ലാഹ് 2 വീടിനാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ താക്കോല് കൊടുക്കാൻ. സ്വർഗ്ഗത്തിൽ നമുക്ക് വീട്